അതുകൊണ്ടാണ് മരണാനന്തര ജീവിതം അവനവന് വേണ്ടി. ഈ സമയത്ത് നമ്മൾ ശ്രമിക്കണം, അതല്ലാതെ നിർവാഹമില്ല. പിന്നെ കിട്ടാനുള്ള വഴികളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ സൂചിപ്പിക്കും. ആ ഖബറിൽ ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയണോ? റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയണോ? അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ മുറുകെ പിടിച്ചവന് മാത്രമേ കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഇലം, നീ അറിയണം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. ആ തൗഹീദ് കയ്യിലുണ്ടോ? എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറയണമെങ്കിൽ അവന്റെ വഹ്ദാനിയത്ത് മുറുകെ പിടിക്കണം. ഏത് തൗഹീദാണ്? ഒരിക്കലും കറപുരളാത്ത രൂപത്തിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സാക്ഷാൽ ബദറിന്റെ ഊശ്വര മരുഭൂമിയിൽ ബദരീങ്ങൾ പോരാടി അവർ പഠിപ്പിച്ച അല്ലാഹ്. ഖുർആനിലെ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആയത്തിൽ ആ ബദരീങ്ങൾ ആരോട് തേടണമെന്ന് പഠിപ്പിച്ചുവോ അതേ അല്ലാഹ് ഇദ തസ്തഈസൂന റബ്ബഹും എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, അവർ ഇസ്തിആസ ചെയ്ത് അല്ലാഹുവിനോട് തേടണം. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളോട് ഓരോരുത്തരോടും ഖുർആനിന്റെ ഒരു ആയത്തിനെ മുന്നിൽ വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികളെല്ലാം അല്ലാഹുക്കുള്ളതാണ്, അല്ലാഹുവിന്റെ കൂടെ മറ്റാരോട് നിങ്ങൾ ദുആ ചെയ്യില്ല എന്ന ആയത്തിനെ ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കി വെക്കണം. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ആ ഹൃദയമാകുന്ന പള്ളിയിൽ അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിനെ മാറ്റി വെച്ചിട്ടെന്ന് പറഞ്ഞില്ല, അള്ളാഹുവിന്റെ കൂടെ മറ്റാരോട് നീ ദുആ ചെയ്യാൻ പാടില്ല. ആ തൗഹീദ് നമുക്ക് വേണം. മുഹിയുദ്ദീൻ ഷെയ്ഖ് ഇവിടെ പറയുന്ന നേരത്തെ തന്റെ മകനായ ഷെയ്ഖ് അബ്ദുൽ വഹാബിനോട് കൊടുത്ത ഉപദേശം, വസിയത്ത്, അള്ളാഹുവിനോട് മാത്രമേ ആശ്രയം കാണാവൂ എന്നാണ്. ആ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, റബ്ബല്ലാത്തവരോട് ആവലാതിപ്പെടല്ലേ എന്ന് ഫുതുഹുൽ ഗൈബിലെ 136-ാമത്തെ പേജിൽ ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും രോഗം തരുന്നവനും രോഗശമനം തരുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് ഫഅലൈക ബിൽ ഇസ്തിആസതി ഇലൈഹി, അല്ലാഹുവോട് മാത്രം ഇസ്തിആസ ചെയ്യൽ നിനക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വിഷയം. അതല്ലെങ്കിൽ ഫദാലിക ഇശ്റാഖും മിൻക ബിഹി, നിന്നിൽ നിന്ന് റബ്ബിനോട് ചെയ്യുന്ന ശിർക്കാണ് അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിആസ. നോക്ക് നിങ്ങള് പ്രിയമുള്ളവരെ, ലോകത്തിന്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൊമ്പരം അനുഭവിച്ചും ത്യാഗങ്ങൾ അനുഭവിച്ചും പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുർആനിലെ സൂറത്ത് ജിന്നിലെ 20-ാമത്തെ ആയത്തിൽ ഖുൽ റസൂലേ പറഞ്ഞു കൊടുക്ക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടൂ, വലാ ഉശ്രികു ബിഹി അഹദ, അവനോട് മറ്റാരെയും ഞാൻ പങ്കു ചേർക്കൂല. ആ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും നേർച്ച വഴിപാടുകൾ അല്ലാഹ്ക്ക്, സത്യം ചെയ്യൽ അല്ലാഹുവിനെ കൊണ്ട് മാത്രം. നോക്കേ, ഏതർത്ഥങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കളങ്കമില്ലാതെ ജീവിച്ചവർക്കാണ് എന്റെ റബ്ബ് അല്ലയാണെന്ന് മറുപടി പറയാൻ പറ്റും. ദീനേതെന്ന് ചോദിക്കൂലേ? എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയണോ? പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ശരീഅത്തുണ്ടോ ജീവിതങ്ങളിലൂടെ? ഇവിടെ ആമുഖ സംസാരത്തിൽ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു പോയിന്റില്ലേ, ഈ മൈതാനം പോലും ക്ലിയർ ചെയ്യുമ്പോൾ എത്ര മദ്യത്തിന്റെ കുപ്പികളാണ്. പ്രിയമുള്ളവരെ, സകലമായ ആസ്വാദനങ്ങളും അവസാനിപ്പിച്ച് ലോകത്തോട് വിട പറയുന്ന ഒരു രംഗമുണ്ട്. മരണത്തിന് നേരത്തെ പോലും നന്നാകണമെന്ന് വിചാരിച്ചാൽ കഴിയില്ല. നല്ല മരണം പോലും അല്ലാഹു നൽകൂല. പണ്ഡിതന്മാര് ഗ്രന്ഥങ്ങളിലൂടെ എഴുതി വെക്കാണ്, മദ്യപാനിയായ മനുഷ്യനോട് അയാളോട് തൽഖീന് ചൊല്ലിക്കൊടുക്കാൻ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരണത്തിന്റെ സമയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോ മനുഷ്യൻ പറയാണ്, ഇശ്റബ് വസ്കിനി, നിങ്ങൾ എനിക്കൊഴിച്ചതാ, നിങ്ങൾ കുടിക്ക, എനിക്കൊന്നൊഴിച്ചതാ എന്ന് പറഞ്ഞിട്ട് ആ മരിക്കണ നേരത്തെ പോലും ഒരു കലിമ ചൊല്ലാൻ അവിടെയുള്ളവരൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് പോലും പറയാൻ സാധ്യമാവാത്ത രൂപത്തിൽ നല്ല മരണം അല്ലാഹു തആല നൽകില്ല. പ്രിയമുള്ളവരെ, മനുഷ്യ മനസ്സിനെ മൃഗീയമാക്കി മാറ്റുന്നത് അള്ളാന്റെ പ്രമാണങ്ങൾ ഉപയോഗിച്ച പദമുണ്ട്, കുല്ലു മുസ്കിരിൻ ഖംറ. നമ്മളൊക്കെ ഖംറ് എന്ന് പറയുന്ന വാക്കിന് കാലാന്തരങ്ങളിലൂടെ അർത്ഥം പഠിച്ചത് പലപ്പോഴും കള്ള് എന്നായിരിക്കാം. പക്ഷേ ഖംറ് എന്ന് പറയുന്ന വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം എന്തെന്നറിയോ? മാഹാമറുൽ അഖ്ൽ, നിങ്ങളുടെ ബുദ്ധിയെ മൂടി വെക്കുന്നത് എന്തുണ്ടോ അതാണ്
അതാണ് ഖംർ എന്ന് പറയുന്നത്. ആ ലഹരി ഉണ്ടാക്കുന്നത് മുഴുവനും ഖംറാണ്. വകുല്ലു ഖംറിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും എല്ലാ നിങ്ങളുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്നതും നിഷിദ്ധമാണ്. സിന്തറ്റിക് ലഹരികളാവട്ടെ രാസലഹരികളാവട്ടെ നിങ്ങൾക്കത് നിഷിദ്ധം തന്നെയാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ അതിന്റെ മാരകമായ അപകടങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചു കയറാൻ മോഹിക്കുന്നവരോടാണ്. പരലോകത്ത് രക്ഷയില്ലാട്ടോ. നരകത്തിലെ ആളുകളെ കത്തിച്ചു ചാമ്പലാക്കുമ്പോ അവരുടെ ശരീരങ്ങളിൽ നിന്ന് വാർന്നൊലിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന ഒരു ജലമുണ്ട്. അള്ളാഹു കുടിപ്പിക്കുന്നത് ആരെയെന്നറിയോ? ദുനിയാവിലൂടെ ലഹരി ഉപയോഗിച്ചതായ ആളുകളെയാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു പഞ്ചസാരത്തരിയുടെ പകുതി MDMA ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസിന്റെ 10 വർഷമാണ് അവൻ ചുരുക്കിയെടുക്കുന്നത് എന്ന യാഥാർത്ഥ്യങ്ങളെ മനുഷ്യരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തില് 2025 ജനുവരിയുടെ തുടക്കത്തില് നമ്മൾ കേട്ട അത്ഭുതത്തോടെയുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. വയനാടിന്റെ അടിവാരത്തിന്റെ താഴെ, ഈ അടിവാരത്തിന്റെ താഴെ പ്രിയമുള്ളവരെ, നൊന്ത് പ്രസവിച്ച ഉമ്മാനെ, അതും ക്യാൻസർ പേഷ്യന്റ് ആയ ഒരു സർജറി കഴിഞ്ഞ ഉമ്മാനെ സ്വന്തം മകൻ നിഷ്ഠൂരമായി വെട്ടിക്കൊല ചെയ്യുമ്പോ ഒരു മകൻ ഉമ്മാനെ കൊല ചെയ്യുകയോ എന്ന് ചിന്തിച്ചവരായിരുന്നു നമ്മൾ മലയാളികൾ എന്നുണ്ടെങ്കിൽ. പ്രിയമുള്ളവരെ, ജനുവരിയും കടന്ന് ഫെബ്രുവരിയും കടന്ന് മാർച്ചിലെത്തുമ്പോ നാട്ടുകാർക്ക് അതൊരു പ്രശ്നമില്ല. കാരണം ഉമ്മാനെയും വാപ്പാനെയും കൊന്നവരുണ്ടായി, ഒരു കുടുംബത്തിൽ 5 പേരെ കൊന്നവരുണ്ടായി, സ്വന്തം പിതാവിനെ 3ാമത്തെ നിലയുടെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞവരുണ്ടായി, റൂമിന്റെ ഉള്ളിലൂടെ വെട്ടിക്കൊന്നവരുണ്ടായി. ഞങ്ങളുടെ നാടായ തൃശ്ശൂരിലെ കുന്നംകുളത്തിനടുത്ത് വെച്ചുകൊണ്ട് മാതാപിതാക്കളില്ലാതെ പോറ്റി വളർത്തിയ ഗ്രാൻഡ് പേരൻസിനെ, വെല്ലിപ്പാനെ വെല്ലിമ്മാനെ പ്രിയമുള്ളവരെ കഴുത്തറുത്തു എന്ന് മാത്രമല്ല 2 തലകളും കയ്യിൽ പിടിച്ച് പാട്ടുപാടി നടന്ന് അവിടുന്ന് സ്റ്റെയറിന്റെ മേലെ കൊണ്ടുവച്ചതും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യ മനസ്സിനെ മൃഗീയമാക്കിയത്, അവനെല്ലാതാക്കി മാറ്റിയത് ഈ ലഹരിയാണെങ്കിൽ ഈ ലഹരി ഉണ്ടാക്കുന്നത് തിന്മയുടെ മാതാവാണ്. സകലമാന തിന്മകളും ഉണ്ടാക്കാൻ സാധ്യമാകുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ട് നിങ്ങളോട്, ഈ ശബ്ദം ശ്രവിക്കുന്നവരോട്, അടുത്ത തലമുറ എന്റെ മക്കൾ അങ്ങനെയാകില്ല എന്ന് ചിന്തിക്കാൻ കഴിയാവുന്ന ഒരു ലോകത്തല്ല നമ്മൾ നിൽക്കുന്നത്. ചോക്ലേറ്റിന്റെ രൂപങ്ങളിലൂടെ പ്രിയമുള്ളവരെ പല രൂപങ്ങളിൽ മക്കളിലേക്ക് കടന്നു വരുമ്പോ ക്യാമ്പസുകളുടെ, കലാലയങ്ങളുടെ, ഗേൾസിന്റെ ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്നാണ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നിന്ന് കഞ്ചാവ് പിടിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ എവിടം വരെ എത്തി? ഒരു മുസ്ലിം മതസ്ഥാപനത്തിന്റെ ഹോസ്റ്റലിലാണ് ലഹരി പദാർത്ഥങ്ങൾ എത്തിയത് എന്നുണ്ടെങ്കിൽ പള്ളിയുടെ മിമ്പറിൽ വരെ കയറാൻ പര്യാപ്തമാക്കിയ ഒരു മകനാണ് കഞ്ചാവിന്റെ ലഹരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിക്ക് പിന്നിൽ പോയിടിച്ച് താഴെ വീണ് മരിക്കുമ്പോ മിമ്പറിൽ കയറാൻ പര്യാപ്തനായ മകന്റെ പോക്കറ്റില് കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയുമ്പോ രക്ഷിതാക്കളെ മക്കളോട് കൂടെ നിർത്താൻ, അവരെ ചേർത്ത് പിടിക്കാൻ അവരാരോട് കൂട്ടുകൂടുന്നു എന്നറിയാൻ, അതുകൊണ്ട് ലഹരിയുടെ നാമ്പുകളെ ഉപയോഗിച്ച് വന്ന ആളുകളോടാണ് പറയുന്നത്, പ്രിയമുള്ളവരെ, ഖബറിലൂടെ ഉത്തരം പറയാൻ കഴിയില്ല. നരകത്തിന്റെ അവസ്ഥകളും ഭയാനകരമാണ്. അതുപോലെ തന്നെ ജീവിതങ്ങളില് നമസ്കാരങ്ങളോടൊരു ശ്രദ്ധയില്ലായ്മ, അള്ളാന്റെ പള്ളികളോട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവം. പ്രിയമുള്ളവരെ, പരലോകത്ത് അല്ലാഹു ആദ്യമായി ചോദിക്കുന്നത് നമസ്കാരമാണ്. ഒരൊറ്റ വാക്ക് മുത്തുനബിയെ കാണിച്ച നാളെ ഇതാരാണെന്ന് ഖബറിൽ ഒരു ചോദ്യമുണ്ട്. ഇതെന്റെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയണോ? ആ റസൂലുള്ളാഹിന്റെ പാതയുണ്ടാവണേ. നമ്മളോട് ഹരീസുൻ അലൈക്, നിങ്ങളോട് അത്യാഗ്രഹമുണ്ടായിരുന്ന ആ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്. ലോകത്തോട് വിട പറയുമ്പോ പൊന്നുമോള് ഫാത്തിമയുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുണ്ട്, പ്രവാചകന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ട്. അള്ളാന്റെ റസൂല് ഫാത്തിമ നീ എവിടെയെന്നില്ല, ഹസനെ ഹുസൈനെ ഉപ്പുപ്പാന്റെ കവിളിൽ ഒരു ചുംബനം നൽകുമോ എന്നില്ല, പ്രിയപ്പെട്ട ഭാര്യമാരെയല്ല. അള്ളാന്റെ പ്രവാചകൻ വിളിച്ചൊരു വാക്കുണ്ട്, ഉമ്മത്തി ഉമ്മത്തി. നിലമ്പൂരിന്റെ എടക്കരയുടെ ചുങ്കത്തറയുടെ ഉക്കടത്തിന്റെ കരിന്തച്ചിയുടെ പരിസരത്തുള്ളവരെ നമ്മെപ്പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ വിളിച്ച വാക്കാണ് ഉമ്മത്തി ഉമ്മത്തി. നിസ്കാരത്തിന്റെ കാര്യമൊന്ന് ഗൗരവത്തോടുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതും വെറുതെ നിസ്കരിച്ച പോരാ, അള്ളാന്റെ പള്ളികളിൽ നിന്ന് നമസ്കരിക്കാനായി വിളിക്കുമ്പോ കണ്ണു കാണാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പോലും നീ ആ വിളി കേൾക്കുന്നുവോ അതിനുത്തരം നൽകണമെന്നാണ്. നമസ്കരിക്കാതെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന, പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്തവരെ ഒരു കെട്ട് വിറക് കൊണ്ടുവരാൻ
കൽപ്പിച്ചാലോ എന്ന്, ആ വിറക് കൊണ്ട് അവരുടെ വീട് മുഴുവനും തീയിട്ട് കരിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയണോ, എന്റെ മുത്തുനബിയാണെന്ന് പറയണോ, ആ ദീൻ ജീവിതങ്ങളിൽ ഉണ്ടാകണം, ആ പ്രവാചകന ജീവിതത്തിലൂടെ പകർത്തണം. പ്രിയമുള്ളവരെ, സഹോദരിമാരോട് ഇതുകൂടെ പറഞ്ഞ് ഇശാഇന്റെ ജമാഅത്തിന് വേണ്ടി നമ്മൾ പിരിയുകയാണ്. ഇസ്ലാമിന്റെ വസ്തുവിധാനങ്ങളെ പഠിപ്പിച്ചു തരുമ്പോ അതൊന്നും 6-ാം നൂറ്റാണ്ടിലെ വണ്ടി കിട്ടാത്തവരുടെ സംവിധാനങ്ങളാണെന്ന് പറയുന്നവരോട് അള്ളാന്റെ ഖുർആൻ ഉപയോഗിച്ച ഒരു പ്രയോഗമുണ്ട്. യുദ്നീന അലൈഹിന്ന ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങളെ അവർ താഴ്ത്തിയിടാൻ പറഞ്ഞത് അയ്യുറഫ്ന, നിങ്ങൾ തിരിച്ചറിയാനാണ് അവര് സ്ത്രീകളാണ് എന്ന് തിരിച്ചറിയപ്പെടാനാണ്. ഫലാ യുദൈൻ, അവര് ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ്. നിങ്ങളുടെ മാനത്തിന് വിലയുണ്ട്, നിങ്ങളുടെ സുരക്ഷിതത്തിന് വിലയുണ്ട്. ഒരാളും നിങ്ങളിലേക്ക് അകാരണമായി തിരിഞ്ഞു നോക്കാതിരിക്കാനാണ്. പ്രിയമുള്ളവരെ, അള്ളാന്റെ ഹബീബ് പറഞ്ഞത് ആരോടാണെന്നറിയോ? യാ അയ്യുഹൻ നബിയ്യു ഖുല്ലി അസ്വാദിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, നബിയെ താങ്കളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, ലോകൈകരായ മുഅ്മിനാത്തുകളോട്, വീട്ടിൽ നിന്ന് തുടങ്ങിയ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അധ്യാപനമാണ്. ഒരൊറ്റ വാക്ക് എനിക്ക് ആഡ് ചെയ്യാറുള്ളൂ. പ്രവാചകൻ പറയാണ്, നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാതുൻ, ഒരു കൂട്ടം സ്ത്രീകളുണ്ട്, അവർ ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്നവരാണ്. അവരുടെ തലയുടെ മുടികൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ, അവരുടെ തലകളെ ആകർഷണീയത വരുത്താൻ, മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ തലയുടെ മുടി പോലും ആകർഷണീയത വെക്കുന്നവർ. പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ആരിയാത്ത്, നഗ്നരാണ്. ഹദീസിന്റെ ശറഹുകളിലൂടെ കാണാം, ശരീരത്തിന്റെ ഉള്ളു കാണുന്ന രൂപങ്ങളിലൂടെ നേർത്ത വസ്ത്രം ധരിക്കുന്നവര്, ശരീരത്തിന്റെ ബോഡി ഫിഗർ പ്രകടമാകുന്ന രീതിയിൽ ഇറുകിയ വസ്ത്രങ്ങളെ ധരിക്കുന്നവർ, ശരീരത്തിന്റെ ഇരുകാലുകളെ വ്യക്തമാകുന്ന വസ്ത്രം ധരിക്കുന്നവർ, ശരീരത്തിന്റെ പകുതി മറച്ച് പകുതി തുറന്നിടുന്ന ആളുകൾ, അവരെ പറ്റി പ്രവാചകൻ പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്ന, അവര് സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് മാത്രമില്ല, വലാ യജ്ദന റീഹഹാ, ഗാതങ്ങളോളം മൈലുകളോളം കിലോമീറ്ററുകളോളം ആഞ്ഞടിക്കുന്ന സ്വർഗ്ഗത്തിന്റെ സ്വർഗീയ പരിമളം ആസ്വദിക്കാൻ അവരെ കൊണ്ട് കഴിയൂല എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം, ഖബറിലോട് ഉത്തരം പറയാൻ, ഇങ്ങനെ നിരവധി മുത്തുനബി അനുസരിക്കാൻ, പ്രവാചകന്റെ സുന്നത്തിനെ പിന്തുടരാൻ, ബിദ്അത്തുകളെ ഒഴിവാക്കാൻ, ദീനിനെ മുറുകെ പിടിക്കാൻ, ഖുർആൻ ഇൽമെന്താ ചോദിക്കുമ്പോൾ അല്ലാഹുവേ നിന്റെ ഖുർആൻ ഞാൻ വായിച്ചവന്, വിശ്വസിച്ചവന്, സത്യപ്പെടുത്തിയവനാണ് മറുപടി പറയേണ്ടത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ, ഖുർആൻ പറഞ്ഞ കലിമത്ത് തൗഹീദിനെ ഉയർത്തിപ്പിടിക്കാൻ സാധ്യമാവണം നമുക്ക്. ഇൻഷാ അല്ലാഹ് ഇനി മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും, എന്ത് ഇസ്ലാമല്ല എന്ന് ഇശാഇന്റെ ജമാഅത്തിന് ശേഷം നമുക്ക് വിശദീകരിക്കാം. നിസ്കാരം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.